ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയുന്നവർ, ഇസ്ലാം സ്ത്രീകളെ കൃഷിയിടത്തോട് സമാനമായിട്ട് പരിഗണിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളെ ഒരു പൂർണ്ണമായ മനുഷ്യാവകാശങ്ങളുള്ള ഒരു വ്യക്തിത്വമായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന ആരോപണങ്ങളെ, സ്ത്രീകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങളെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വായടപ്പിക്കാൻ പറ്റിയ സുവർണാവസരമാണ് വരൂ കൂട്ടരെ എന്നാണ് നമ്മുടെ അനിൽ മുഹമ്മദ് പറയുന്നത്. അതായത് ഇസ്ലാം സ്ത്രീകളോട് കാണിക്കുന്നതിനേക്കാളും മോശമായ അവസ്ഥയിൽ ഇപ്പോ ഒരു പ്രതലം നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതായത് വലിയ വര, ചെറിയ വര, അവിടെ നമുക്ക് ഇസ്ലാമിന്റെ വലിപ്പം ഒന്നുകൂടി കാണിക്കാൻ പറ്റും. ഇതിനേക്കാളും ഭേദമല്ലേ അമ്മയിലെ ചില കുൽസിത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ചില താര രാജാക്കന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മുഹമ്മദ് നബി മുത്തല്ലേ എന്ന് ചോദിക്കാനുള്ള സുവർണാവസരമാണ് കൂട്ടരെ. മണ്ടി വരിയും എന്ന് പറഞ്ഞിട്ട് അനിൽ മുഹമ്മദ് നാലൂർ നോക്കി സുന്നി. ഓക്കെ, പിന്നെ അതിനകത്ത് പറയുന്നത് സ്ത്രീകളെ കൃഷിയോടായിട്ട് കാണുന്നുള്ളൂ. അതിന് സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ജബ്ബാർ മാഷ് കുറച്ച് നാൾ മുമ്പേ ഇതേപോലെ വളരെ അശ്ലീലമായിട്ട് ആ ഖുറാന്റെ ആയത്തിനെ എടുത്തിട്ട് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ ഒരു ആയത്തിനെ വിമർശിച്ചിരുന്നു. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ ആ ടോപ്പിക്ക് മാത്രം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് തരാം. അത് നിങ്ങളത് കണ്ടോളൂ. അതുകൊണ്ട് അത് എന്താണ് ആയത്ത് പറയുന്നത്, ശരിക്കും ഖുറാൻ ദൈവികമാണ് എന്ന് കാണിക്കുന്ന ഒരു ആയത്താണത്. നിങ്ങളത് കേട്ടോളൂ. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശങ്ങൾ സ്ത്രീകൾക്ക് ലംഘിച്ചു ഇസ്ലാം എന്നത്. ഏത് മനുഷ്യാവകാശമാണ് ലംഘിച്ചത്? അന്നത്തെ കാലത്ത് ജീവിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ആദ്യകാലം മക്കയിൽ പെൺകുട്ടികളാണെങ്കിൽ കൊല്ലുമായിരുന്നു. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നാളെ ആ പെൺകുട്ടി എഴുന്നേറ്റ് ചോദിക്കും നിങ്ങളുടെ അടുത്ത്, എന്ത് കുറ്റത്തിനാണ് നിങ്ങൾ എന്നെ ജീവനോടെ കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ് അവർക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുത്തു. ഇനി പ്രോപ്പർട്ടി ഇന്ന് ഗർഭചിത്രം ഇന്ന് ഈ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ കറുത്തമ്മ എന്നുള്ള പടം തമിഴിൽ ഇറങ്ങിയായിരുന്നു. അതിനകത്ത് കാണിക്കും ആ സംഭവമാണ് അതിനകത്ത് കാണിക്കുന്നത്. ചെറിയ ജനിക്കുമ്പോൾ തന്നെ ഈ നെല്ല് ഇട്ട് അതിന്റെ തൊണ്ടയിലിട്ട് കൊടുത്ത് അപ്പോഴേ കൊന്നുകളെ. അങ്ങനെ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്നുള്ളത് ഗർഭത്തിൽ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. ഇത് പുറത്ത് വന്ന അങ്ങനെയൊക്കെ കൃത്യമായിട്ട് മറ്റേ ഇപ്പൊ അടുത്തൊരു മറ്റേ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പേരെന്തായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല, തമിഴ്നാട്ടിലുള്ള ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവരൊരു മറ്റേ ഇതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. അവര് പറഞ്ഞത് എന്താ, ഇസ്ലാമില് സ്ത്രീയെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതെന്നാണ് പറഞ്ഞത്. ആ സ്ത്രീ എന്തായാലും പേര് എനിക്ക് ഓർമ്മയിട്ടില്ല. അവർ മാത്രമല്ല, ഇന്ന് ഫാത്തിമ എന്തോ ശബരിമല എന്നുള്ള ഒരു ഏരിയ അല്ല, അവർ മാത്രമല്ല. ഇന്ന് വെസ്റ്റേൺ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൂടുതൽ മുസ്ലിംസ് ആണ് കൂടുതൽ ലേഡീസ് ആണ് വരുന്നത് ഇസ്ലാമിലൂടെ നിങ്ങൾക്ക് ഇസ്ലാമിലൂടെ കൺവേർട്ട് ആവുന്ന ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം. അവർ വലിയ ഇങ്ങനെ ഡാൻസ് ആടുന്നതും ഡ്രസ്സില്ലാതെ ആടിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇസ്ലാം വായിച്ചിട്ട് കരഞ്ഞ് കണ്ണ് നനഞ്ഞ് അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലിയാഖത്തിൽ അങ്ങോട്ട് പോകാൻ വിളിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ അങ്ങോട്ടൊക്കെ ഐറ്റം ഡാൻസിലേക്ക് പോകൂ എന്ന് വിളിക്കുന്നത് ലിയാഖത്തിൽ വെസ്റ്റേൺ സൊസൈറ്റി അതെല്ലാം മടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്താണ് സ്ത്രീക്ക് അന്തസ്സുള്ളത്, ഇതിനകത്താണ് അതിന്റെ മര്യാദ ഉള്ളത്, അതിന്റെ റെസ്പെക്ട് ഉള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേരും സ്ത്രീകൾ മാറി വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് തെളിവാ വേണ്ടത്? വസ്ത്രം കുറയാന്നുള്ളത് ശരിക്കും പ്രാകൃതല്ലേ? അങ്ങനെ ആധുനികമാവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് പറഞ്ഞാല് അതാ പറഞ്ഞ പ്രാകൃതമാണ്. അന്നത്തെ കാലത്ത് അവകാശം ഇല്ലായിരുന്നു അത്. അതെ അതെ അതെ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വസ്ത്രം തീരെ ഇല്ല, വളരെ കുറവായിരുന്നു മാത്രം നമ്മൾ അറിഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, റോയൽ ആയിട്ടാണ് കൂട്ടിയിരുന്നത്. നല്ല പോലെ ഫുൾ ഡ്രസ് ഇട്ട് നല്ല അലങ്കാരം ചെയ്ത് തലയിലൊക്കെ നല്ല തലക്കെട്ട് കിട്ടി അങ്ങനെ ചെയ്യുന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തിലൊക്കെ അത് ഉന്നത കുല സ്ത്രീകൾ മാത്രമേ ചെയ്യാവൂന്ന് വെച്ചിരുന്നതാണ്. അത് കൊണ്ടുവന്ന് ഇപ്പം സാധാ സ്ത്രീകൾ ഡ്രസ്സെല്ലാം വലിച്ചു കൂരണം എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എക്സ് മുസ്ലിംസും ഈ നവനാസ്തികരൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് സ്ത്രീക്ക് മനുഷ്യാവകാശം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം. പ്രോപ്പർട്ടിയിൽ ഇന്ത്യയിൽ എപ്പോഴാണ് വന്നത്? ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ, പാരന്റൽ പ്രോപ്പർട്ടിയിൽ ഹിന്ദു മാരേജ് സക്സഷൻ ആക്ട് വെച്ച് അവർക്ക് കഴിഞ്ഞ ഒരു 10 കരുണാനിധിയുടെ പീരീഡിലാണ് തമിഴ്നാട്ടിലെ നിയമമായത്. അവരുടെ ജോയിന്റ് ഫാമിലിയുടെ സ്വത്ത് സ്ത്രീകൾക്ക് കിട്ടണം, അതുവരെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വന്നത്. കേരളത്തിന് എനിക്ക് തോന്നുന്നു പിന്നീടാണ് നിയമമാക്കിയത്. ഇത് 1400 വർഷം മുമ്പ് സ്ത്രീക്ക് അത് കൊടുത്തിട്ടുണ്ട്. പാരന്റൽ പ്രോപ്പർട്ടിയിൽ, ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടിയിൽ അവർക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാം, സ്വന്തം പേരിൽ സ്വത്ത് വയ്ക്കാം. ഇന്ത്യയിൽ അത് 1929 ഇല്ലായിരുന്നു. സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ സ്വത്ത് വയ്ക്കാൻ പറ്റത്തില്ല.
അപ്പൊ എത്രത്തോളം കടന്നു നിൽക്കുന്നു ഇസ്ലാം സ്ത്രീകളെ കുറിച്ച്. സ്ത്രീകളെ നിങ്ങൾ പറയുന്ന കണക്ക് ഒരു വസ്തുവായിട്ട് കണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? 1900 വർഷം നിങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? അത് സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് യൂറോപ്പിൽ ചർച്ച നടക്കുന്ന സമയമാണ്. അതിനകത്ത് പറഞ്ഞ സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്ത്രീയും അവർ രണ്ടുപേരും കൂടിച്ചേർന്നിരിക്കുന്നു, അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, അവർ പരസ്പരത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നെല്ലാം ഒരുപാട് ആയത്തുണ്ട്. ഇപ്പൊ തമ്മിൽ ഇപ്പൊ നീട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് സ്ത്രീക്ക് നോളേജ് അക്യൂർ ചെയ്യാനുള്ള സ്ത്രീയെ ഭാര്യ എന്നല്ല, പഠിക്കാനുള്ള ഖുർആനിലൊന്നും ഭാര്യ തന്നെ കാണില്ല, കൂടുതലും അസ്വാജ് എന്ന് കാണാം. എണ്ണാന്നാ പറഞ്ഞു. എണ്ണ രണ്ടുപേരും തുല്യല്ലേ? അതെ അതെ, ആദമിൽ നിന്ന് എന്നെണ്ണം ഉണ്ടാക്കിയത്, ഒരാത്മാവിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അത് സെപ്പറേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ടോപ്പിക് നമ്മളത് ഒരുപാട് ക്ലിപ്പ് 13 ക്ലിപ്പ് ഉണ്ട്, അതുകൊണ്ട് അടിച്ചു വിട്ട് പോകേണ്ടി വരിക്കുന്നു. അപ്പൊ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്, അറിവ് സമ്പാദിക്കാനുള്ള ഇത് ഖുർആനിൽ 9:71 ഇതൊക്കെ റെഫറൻസ് വെച്ച് പറയേണ്ടതാണ്, നമ്മൾ ഒന്നും പറയുന്നില്ല. സ്വന്തമായിട്ട് സമ്പാദിക്കാനും സമ്പാദിക്കുന്ന സ്വത്ത് വെക്കാനും അത് ഭർത്താവ് കുടുംബത്തിന് പോലും ചെലവഴിക്കണ്ട. ഒരു സ്ത്രീ സമ്പാദിക്കുന്ന സ്വത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പറയാം സ്ത്രീയുടെ ഭരണാവകാശം എന്ന് പറഞ്ഞ ആയത്ത് വരുമ്പോൾ പറയും. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എന്താ, സ്ത്രീ ഇപ്പൊ ജോലിക്ക് ചെയ്തിട്ട് വന്നിട്ട് കുടുംബത്തിന് കൊടുക്കുന്ന പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നു. കഷ്ടപ്പെട്ട് ആ ഭർത്താവും പോണം, സ്ത്രീയും പോയി ജോലി ചെയ്യണം, ജോലി ചെയ്തിട്ട് വന്നിട്ട് വീട്ടിലും ജോലി ചെയ്യണം, ആ പൈസ അമ്മയമ്മയുടെ കയ്യിൽ കൊടുക്കുകയും വേണം. ഇങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്. ട്രെയിനിൽ ഇരുന്നെല്ലാം കരിക്ക് അരിഞ്ഞ് വീട്ടിൽ പോയി പാചകം ചെയ്ത് കുറച്ചു നേരം ഉറങ്ങി പിന്നെ പണിക്കെടുക്കുന്നത്. ഇതാണ് ആധുനികത എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ത് സ്വാതന്ത്ര്യമാണ്, അവരുടെ പുറത്ത് ഒരു ഭാരവും ഏൽപ്പിച്ചിട്ടില്ല. ഭാരം കംപ്ലീറ്റ് ഇതിലാണ്, പുരുഷന്റെ പുറത്താണ്. ഒരു ഫോട്ടോ ഞാൻ കണ്ടു, എന്നിട്ട് കാണിച്ചു ഇതാണ് ഇസ്ലാം എന്നുള്ളത്. അതായത് ഒരു ഫാമിലി, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, 2 കുട്ടികൾ, ഒരു ആണും ചെറുക്കനും പെൺകുട്ടിയും. ആ ലഗേജ് കംപ്ലീറ്റ് ഭർത്താവ് എടുത്തേക്കുന്നു, അവർ കൊച്ചു ബാഗുകളൊക്കെ എടുത്തേക്കുന്നു. എന്നിട്ട് അനിയത്തിയെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. ആ ഭാര്യ ഫ്രീ ആയിട്ട് നടന്നു വരുന്നു. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ആക്ച്വലി ഇസ്ലാം സ്ത്രീകൾ ഉള്ളിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്, എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ആരെങ്കിലും എന്താണ് മറ്റ് മതങ്ങളെ പോലെ അവരെ നിർബന്ധിച്ച് ജോലിക്ക് വിടുന്നില്ല, മറ്റ് കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്ന പോലെ വളരെ ഫ്രീ ആയിട്ടും മനഃശാന്തിയോടെ അവർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. പുറത്തിരുന്നുകൊണ്ട് ഇവർക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഓരോന്നോരോന്നോരോന്ന് അടിച്ചുണ്ടാക്കുക. അപ്പം എല്ലാ അവകാശങ്ങളും കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ക്ലിപ്പിനകത്ത് ഇത്ര വാക്കുകൾക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ താര രാജാക്കന്മാർ ചെയ്തവർ മുഹമ്മദ് നബിയെ കമ്പയർ ചെയ്തു, അത് ശരിയല്ല.